അതിന്റെ ഡയറക്ടർ സുധീഷ് ശങ്കർ സാറാണ്. പുള്ളി വില്ലാളി വീരൻ സിനിമ ദിലീപിനെ വെച്ച് ഡയറക്റ്റ് ചെയ്തു. ഏറ്റവും ഒടുവിൽ ഫഹദ് ഫാസിൽ വടിവേലുമായിട്ട് മാരിഷൻ എന്ന് പറയുന്ന തമിഴ് സിനിമ എടുത്തു. സീരിയലിൽ ഒരുപാട് സീരിയൽ ഡയറക്റ്റ് ചെയ്ത ഡയറക്ടറാണ് സുധീഷ് ശങ്കർ സാറ്. അദ്ദേഹത്തിന്റെ പാടാത്ത പെങ്കിളി എന്ന് പറയുന്ന സീരിയൽ കൂടിയാണ് ഞാനൊരു ആക്ടർ എന്ന് പറയുന്ന ഒരു ഐഡന്റിറ്റിയിലേക്ക് വരുന്നത്. റൈറ്റർ ദിനേശ് പളർ സാർ. അതിന്റെ ഒരു വർക്കുമായി ബന്ധപ്പെട്ട് ഒരു ദിവസം റിഹേഴ്സൽ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൽ ഞാൻ അജിത്ത് എന്ന് പറയുന്ന AV ഫ്രൂട്ട്സ് കമ്പനിയുടെ മാനേജരായി ഒരു വേഷം ചെയ്യുന്നു. അതിൽ ആ കമ്പനിയുടെ MD കോട്ടയം റഷീദ് അതിൽ പേപ്പാറ ഗൗതമൻ എന്ന് പറയുന്ന ഒരു വേഷമാണ് ചെയ്യുന്നത്. റഷീദ് മകള് അഞ്ജിത നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. വളരെ ചെറുതിലെ അഭിനയ രംഗത്ത് കടന്നു വന്ന ആളാണ്. പിന്നെ നൃത്ത സ്കൂളുകളും ഡാൻസ് എല്ലാത്തിൻ്റെയും അറിയപ്പെടുന്ന ഒരു ആർട്ടിസ്റ്റാണ് അഞ്ജിത. അപ്പൊ അഞ്ജിത റഷീദ് മകള് അനന്യ എന്ന് പറയുന്ന ക്യാരക്ടർ ചെയ്യുന്നു. അപ്പൊ ഞാനും അഞ്ജിതയായിട്ടുള്ള ഒരു കോമ്പിനേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ അതിൽ അഞ്ജിതയിൽ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്. മാഡം, നിങ്ങൾ ചരിത്രം പഠിച്ചിട്ടുണ്ടോ? ചങ്കൂറ്റത്തിന്റെ അങ്ങേ തലക്കിൽ മുതൽ ഇങ്ങേ തലക്കിൽ വരെയുള്ള ഒരു അവസാനം അഭയം പ്രാപിച്ചത് ഒരു ആത്മഹത്യയില. അഞ്ജിതയുടെ അച്ഛൻ പേപ്പറ ഗോതമൻ എന്ന് പറയുന്ന വേഷം ചെയ്യുന്ന റഷീദ് കുറിച്ചാണ് പറയുന്നത്. ഞാൻ ഇത് കഴിഞ്ഞ് ഈ റിഹേഴ്സൽ കഴിഞ്ഞു ഞാൻ ഒന്ന് എണീറ്റ് വന്നപ്പോൾ റഷീദ് സൈഡിൽ ഇരിക്കുകയായിരുന്നു. ഞാൻ റഷീദ് മുഖത്ത് നോക്കിയപ്പോൾ റഷീദ് കണ്ണ് നിറഞ്ഞ് കണ്ണിൽ നിന്ന് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് റഷീദ് ഓൾറെഡി ഈ സെറ്റിൽ വന്നപ്പോൾ തന്നെ ഓൾറെഡി പേപ്പറ ഗോതമനായി കഴിഞ്ഞു. അതിനുശേഷം ഒരു ആക്ടർ എന്നുള്ള നിലയിൽ എനിക്ക് കിട്ടിയ വലിയൊരു അനുഭവമായിരുന്നു. എന്നെ പോലീസ് വേഷം വിളിക്കാറുണ്ട്, ജഡ്ജ് വേഷം വിളിക്കാറുണ്ട്, ഡോക്ടറായിട്ട് വിളിക്കാറുണ്ട്, വക്കീലായിട്ട് വിളിക്കാറുണ്ട്. ഞാൻ സെറ്റിൽ പോകുമ്പോഴും തന്നെ ഇത്തരം ഒരാളായി എൻ്റെ വേഷം ഏതാണോ ആ ആളായി സെറ്റിലേക്ക് ഞാൻ മാറിക്കഴിയും. എൻ്റെ അഭിനയ ജീവിതത്തിൽ പിന്നെ എനിക്ക് അങ്ങോട്ട് ഒരു കരുത്തായി മാറി. അതാ ഇതുമായിട്ട് എനിക്ക് ബന്ധപ്പെട്ട് പറയാനുള്ളത്.